ഗൈസ് 2 ദിവസത്തിന് മുമ്പ് ഞാൻ കൂലി പടത്തിന്റെ ഒരു റിവ്യൂ ഇട്ടിരുന്നു. അതായത് പടം ആവറേജ് ആണ്, കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ഭയങ്കര മോശം അഭിപ്രായം കമന്റ് ഒക്കെ ഇട്ടിരിക്കുന്നു. അതായത് നീ എവിടെ കൊണ്ടാണ് സിനിമ കണ്ടത്, പടം ഒരു വഹയ്ക്ക് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ആദ്യമേ പറയാം, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോയിലറാണ്. ഈ സിനിമ കണ്ടിട്ടുള്ളവർ മാത്രം കാണുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുക. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാമല്ലോ, ഈ സിനിമ ഒരു കഥ കാണണം, നല്ല സ്റ്റോറി വേണം, ലോജിക്ക് വേണം, സെൻസ് വേണം എന്നൊക്കെ പറഞ്ഞ് കാണാൻ പോവുകയും ചെയ്യരുത്. കാര്യം ഇതിനായി രണ്ട് സാധനമില്ല, സ്റ്റോറിയും ഇല്ല, ലോജിക്കും ഇല്ല. രജനിസം കാണണമെങ്കിൽ മാത്രം പോവാം. ഒരു മാസ് അല്ലെങ്കിൽ 3 മണിക്കൂർ നമുക്ക് നേരം പോകാൻ ഒരു എന്റർടൈൻമെന്റ് സിനിമ, അത്രയൊക്കെ ഉള്ളൂ ഈ സിനിമ. കണ്ടിരിക്കാം, മസ്റ്റ് വാച്ചബിൾ എന്നൊന്നും പറയുന്നില്ല, പക്ഷെ കാണാം, ഒരു ബോറും അടിക്കില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ്. കണ്ടിരിക്കാം, ഒരിക്കൽ കണ്ടിരിക്കാം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഇനി ഇതിന്റെ കഥ അവിടെ ഇരിക്കട്ടെ, അത് കഥ ഇല്ല, പിന്നെ അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതിൽ ഓരോ ക്യാരക്ടറെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് സത്യരാജാണ്. ഈ സത്യരാജിനെ വച്ചാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് സത്യരാജിന്റെ മരണം കണ്ടുപിടിക്കാനാണ് രജനീകാന്ത് വരുന്നത്. രജനീകാന്തിന്റെ സുഹൃത്താണ്. സുഹൃത്തിന് എന്ത് സംഭവിച്ചു, ആര് കൊന്നു എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞത്. ഈ സത്യരാജും രജനീകാന്തും തമ്മിലുള്ള ബോണ്ട് അതെന്താണെന്ന് ഈ സിനിമയിൽ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ. ഇവന്മാരത് കൊടുത്തിട്ടില്ല. ഇത് എന്താണ് സത്യരാജും രജനീകാന്തും ഒരു ഫ്രണ്ട്ഷിപ്പാണ്. സത്യരാജിന് വേണ്ടി ഇത്രയും റിസ്ക് ഒക്കെ എടുക്കുന്ന രജനീകാന്ത് സത്യരാജുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കുമായിരുന്നു. അത് ഒന്നാമത്തെ ഫോൾട്ട്. രണ്ട്, ഈ സത്യരാജ് എവിടെ നിന്നാണ്, ഈ കൂലിയായിട്ടിരുന്ന വ്യക്തിയാണ് ഈ സത്യരാജ് രജനീകാന്തും ഒക്കെ. ഈ കൂലിയായിട്ടിരുന്ന സത്യരാജ് എങ്ങനെയാണ് പഠിച്ച് ഈ സയന്റിസ്റ്റ് ലെവലിനൊക്കെ തിങ്ക് ചെയ്ത് ഈ ശവം എരിച്ചു കളയുന്ന രീതിയിൽ ആ ഒരു സംഭവം കണ്ടുപിടിച്ച് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി. ഇത് എവിടെ നിന്നിട ഇവൻ പഠിച്ചത് സത്യരാജ്? ആ ഒരു സംഭവം ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ ഈ രജനീകാന്ത് താമസിക്കുന്ന ഒരു മാൻഷൻ ഉണ്ട്. ആ മാൻഷൻ, ഒരു കൂലിയായിട്ട് താമസിക്കുന്ന ആ ഒരു മാൻഷൻ എവിടെ നിന്നാണ് രജനീകാന്തിന് കിട്ടിയത്? രജനീകാന്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഇത്രയും വലിയ സെറ്റപ്പിൽ രജനീകാന്ത് ആവാൻ എന്താണ് കാരണം? ഇതും കാണിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഈ പടത്തിലെ വില്ലന്മാർ. സൗബിൻ ഗംഭീരമായിട്ട് തന്നെ ഈ പടം അഭിനയിച്ച് തകർത്തു. മറ്റൊന്ന് നാഗാർജുന. ഇവരൊക്കെ അടങ്ങിയ ഒരു ഗ്യാങ് ആണ് കേട്ടോ. ഇവര് ഗോൾഡ് കടത്തുന്നു, വാച്ച് കടത്തുന്നു, പിന്നെ ഇതിന്റെയൊക്കെ മറവില് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ കിഡ്നിയും കരളും ഒക്കെ പറിച്ച് ഓർഗൻ അങ്ങനെ കടത്തുന്നവരൊക്കെയാണ്. പക്ഷെ അതിനുവേണ്ടി ഇവർ ഒരുപാട് പേരെ കൊല്ലുന്നു. പക്ഷെ ഈ കൊല്ലുന്നവരുടെ ബോഡിയൊക്കെ ഇല്ലാതാക്കാൻ മാത്രം ഈ ഗാങ്സ്റ്റേഴ്സിന് അറിഞ്ഞുകൂടാ. അതാണ് എനിക്ക് ഭയങ്കര ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവം. ഈ പടം കണ്ടിരിക്കുന്ന പലർക്കും തോന്നുന്ന ഒരേ ഒരു കാര്യമാണ്, ഇത്രയും വലിയ വമ്പൻ സെറ്റപ്പ്, വേൾഡ് ഡോണൊക്കെയാണ് സംഭവങ്ങൾ. പക്ഷെ ഇവന്മാർക്ക് കൊന്നു കളഞ്ഞ ശവങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അതിനുവേണ്ടി ഒരാളെ കണ്ടുപിടിക്കുന്നതാണ് സത്യരാജ്. ഈ മറ്റേ ടൈം ട്രാവലർ പടത്തിലുള്ളതുപോലെ ഒരു ചെയറിൽ 2-3 കമ്പിയൊക്കെ കൊടുത്തു വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഭസ്മമാക്കി കളയുന്നു ആ ബോഡിയെ എന്ന് പറഞ്ഞു. ഇങ്ങനെ നല്ല ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സത്യരാജിനെ എന്ത് തേങ്ങയ്ക്കാണ് ആ സൗബിൻ കൊന്നു കളഞ്ഞത് എന്നുള്ള കാര്യം മറ്റൊരു ചോദ്യം. അതിൽ സിനിമയിൽ കാണിക്കുന്നത് സൗബിന്റെ യഥാർത്ഥ മുഖം, അതായത് സൗബിൻ ആരാണെന്നുള്ള കാര്യം. സൗബിൻ ഒരു പോലീസുകാരനാണ്. സൗബിൻ ഈ പോലീസായിട്ട് ഇരുന്നിട്ട് ഇവന്മാരുടെ ഗ്യാങ്ങിൽ വന്നതിന്റെ പിറകിലുള്ള കാരണം ഈ സത്യരാജ് കണ്ടുപിടിച്ചതോടെയാണ് സൗബിന് സത്യരാജിനെ കൊന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷെ ഈ സത്യരാജിനെ പിടിച്ച ആവശ്യം തോന്നടേ ഇത് കണ്ടുപിടിക്കേണ്ടേ? സത്യരാജിന് പൈസ ഇല്ലാത്തതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് വന്നതാണ് സത്യരാജ് ഈ ഒരു ഗ്യാങ്ങിൽ. ഈ സത്യരാജിന് സൗബിൻ യാവനായിരുന്ന എന്ത്, അത് കണ്ടുപിടിക്കേണ്ട ആവശ്യം? അത് കണ്ടുപിടിച്ച് ഈ സത്യരാജ് എന്ത് ചെയ്യാൻ പോകണം അതെനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ സത്യരാജിന്റെ 3 മക്കൾ, അതിലൊന്നാണ് ശ്രുതി ഹാസന്റെ അഭിനയൊക്കെ എന്റെ പൊന്നോ, ഇമോഷൻ സീൻസ് ഒക്കെ കാണണം. എല്ലാ പടത്തിലും ചേച്ചിക്ക് ഒരേ ഒരു ഇമോഷൻ സീനേ ഉള്ളൂ. പിന്നെ ഈ സത്യരാജിന് തന്നെ 3 മക്കളുണ്ട്. അതിൽ ബാക്കി 2 മക്കൾ എന്തിനാണ് ആ സിനിമയ്ക്ക് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാര്യം അതിലാകെപ്പാടെ 10 മിനിറ്റ് എന്തോ ഉള്ളവര്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കഥയും ലോജിക്കും ഒന്നും കാണരുത്. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി പോവുക, 3 മണിക്കൂർ ഇരുന്ന് കാണുക, വരിക. ഈ ലോകേഷ് കനകരാജ് എന്ന സംവിധായകൻ ഈ LCU കിൽസിയു LCM A+B² എന്നൊക്കെ പറഞ്ഞ് പോവരുതേ. സത്യം ഇവന്മാരെയൊക്കെ വേണം ആദ്യം അടിക്കാൻ. ഇവന്മാരാണ് ഈ ഹൈപ്പ് ഉണ്ടാക്കി ഇല്ലാതാക്കണത്. ലോകേഷ് കനകരാജ് സത്യം പറഞ്ഞ വിക്രം ആൻഡ് കൂലി ഇത് രണ്ടും എടുത്ത് നോക്കിയാൽ സെയിം റെഫറൻസ് ആണ് എടുത്തിരിക്കുന്നത്. മകനെ കൊല്ലുന്നവനെ കണ്ടുപിടിക്കാൻ പോകുന്നു, ഇപ്പുറത്ത് സുഹൃത്തിനെ കൊല്ലാൻ പോകുന്നവനെ കണ്ടുപിടിക്കാൻ പോകുന്നു. ഇന്റർവെല്ലിന് ശേഷം ഒരു സ്ത്രീയുടെ മാസ്, അവിടെ ഒരു ട്വിസ്റ്റ് അവിടെ വിക്രമിൽ വെക്കുന്നു, അതേപോലെ ഇവിടെ ഒരു ട്വിസ്റ്റ് വെക്കുന്നു. ഇതിന്റെ കമ്പാരിസൺ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അത് കിടിലായിരിക്കും എന്റെ കമ്പാരിസൺ ഒക്കെ. അയ്യോ എന്റെ പൊന്നോ. ഈ സത്യരാജ് മരിക്കുന്നു. ഈ മരിക്കുന്ന സ്ഥാനത്ത് പിന്നീട് വരുന്നതാണ് രജനീകാന്തും സത്യരാജിന്റെ മകളായ ശ്രുതി ഹസൻ. അതായത് അച്ഛൻ ഈ ശവങ്ങളെ എരിച്ചു കളയുന്ന ആ ഒരു എക്സ്പെരിമെന്റ്
കൂട്ടുകാരനായ രജനീകാന്ത് മകളായ ശ്രുതിഹാസനും കൂടി ഏറ്റെടുത്ത് നടത്തുന്നു. അതിൽ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ടേ. ഈ ശ്രുതിഹാസൻ ദിവസവും വന്ന് ശവം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സീനൊക്കെ, അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിലൊരു പ്രൊമോ എന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചിട്ടേ ഈ സിനിമയിൽ, അതൊന്നും സിനിമയിൽ ഇല്ല. അതൊക്കെ വച്ചിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടെ മാസ് കയറിയാൻ. ഈ ലോകേഷ് കനകരാജ് രജനീകാന്തിനെ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത്, സാർ ഞാനൊരു കമൽ ഫാനാണ് എന്നാണ്. അത് മനസ്സിലായി, സിനിമ കണ്ടപ്പോൾ മനസ്സിലായി നന്നായി രജനീകാന്തിനെ വച്ച് ചെയ്തതാണെന്ന്. സത്യം പറഞ്ഞാൽ രജനീകാന്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി വർഷത്തിലൊരു സിനിമ അഭിനയിക്കുമ്പോൾ തീർച്ചയായും ഹിറ്റാവും എന്ന് ഈ എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് അറിയാം, ഡയറക്ടേഴ്സിന് അറിയാം, എല്ലാവർക്കും അറിയാം. രജനീകാന്തിനെ മാക്സിമം മുതലാക്കുന്നു എന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഒരു സിനിമയൊക്കെ കൊടുത്ത് നന്നായിട്ട് മുതലാക്കുന്നു. അതിൻ്റെ ബെനിഫിറ്റും പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് കഥ എന്നൊരു വിഷയമില്ല. ഫാൻസിന് വേണ്ടി കുറച്ച് സിനിമ ഉണ്ടാക്കണം, കുറച്ച് മാസ് കുത്തിക്കയറണം, അനിരുദ്ധിൻ്റെ കുറേ BGM അതൊക്കെ കുത്തിക്കയറ്റിയാൽ തന്നെ ഫാൻസ് പകുതി ഹാപ്പിയാണ്. അങ്ങനെ രജനീകാന്ത് തന്റെ സുഹൃത്തിനെ ആര് കൊന്നു എന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ നാഗാർജുന ഒരു സാധനം കണ്ടുപിടിച്ചു. അതാണ് അതിലും ട്വിസ്റ്റ്. അതായത് ഈ സൗബിൻ പോലീസുകാരനാണ് എന്ന് നാഗാർജുന കണ്ടുപിടിച്ചു. അവസാനം സൗബിനെ അവിടെ വെച്ച് തന്നെ അടിച്ചു കൊല്ലും. സൗബിനെ വീണ്ടും ആ സൗബിന്റെ ശവവും ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ രജനീകാന്ത് അണ്ണന്റെ അടുത്ത് കൊടുത്തുവിടെയാണ്. ദഹിപ്പിക്കാനല്ല, കുഴിച്ചിടാൻ പോകുമ്പോൾ സൗബിന് പെട്ടെന്ന് എണീറ്റ് വരുന്നു. എല്ലാം കുഴിച്ചിട്ട് മൊത്തം മൂടി, മണ്ണൊക്കെ ഇട്ട് മൂടി, എല്ലാം സെറ്റപ്പ് ആയതിനു ശേഷം സൗബിന്റെ കൈ മാത്രം ഇങ്ങനെ പൊങ്ങി വരണം. സൗബിന് അവിടെ തോണ്ടിയെടുക്കുന്നു. സൗബിൻ വീണ്ടും രക്ഷപ്പെടുന്നു. അങ്ങനെ സൗബിന് ശ്രുതിഹാസനെയും കൊണ്ടുപോകുന്നു രക്ഷപ്പെടാൻ വേണ്ടി. ഒരു തരത്തിലുള്ള ലോജിക്കും ഇല്ല. ഇതിൽ വേറൊരു സംഭവം ഉണ്ട്. ഈ ശ്രുതിഹാസനെ തട്ടിക്കൊണ്ടുപോയ സൗബിന്റെ കയ്യിൽ നിന്ന് രജനീകാന്ത് കുറെ ആളുകളെ വെച്ച് രക്ഷപ്പെടുത്തി. ഈ രക്ഷപ്പെട്ടു പോണതിന്റെ ഇടയിൽ അവളെ ഒടുക്കത്ത ദോശ തീറ്റി. പക്ഷെ എൻ്റെ പൊന്നോ, ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ എവിടെയെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടാകുന്നു. റോഡിന്റെ സൈഡിലുള്ള തട്ടുകടയിലിരുന്ന് രക്ഷപ്പെട്ടു പോണവള് ആ രക്ഷപ്പെടുത്തിയവന്മാരെ കൂടെ ഇരുന്ന് ദോശ ആസ്വദിച്ച് കഴിക്കുന്നു. ഇതിനെ വീണ്ടും സൗബിന് കാണുന്നു, കണ്ടുപിടിക്കുന്നു. എൻ്റെ പൊന്നോ, 1-2 പടം എടുത്ത് ഹിറ്റായി ലോകേഷ്. പിന്നെ വിചാരിച്ച് എന്ത് കാണിച്ചാലും LCU എന്ന് പറഞ്ഞൊക്കെ ഇവന്മാരെ സപ്പോർട്ട് ചെയ്യുമെന്ന് ലോകേഷിന് അറിയാം. ഫാൻസ് അങ്ങനെയാണല്ലോ. ഇപ്പോഴേ എവിടെ നോക്കിയാലും LCU ഇതൊക്കെ തന്നെ. ഒരു ബന്ധം വേണ്ടേ? അവസാനം രജനീകാന്ത് ശ്രുതിഹാസൻ തൻ്റെ മോളാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഈ ക്ലൈമാക്സ് ആയപ്പോഴും രജനീകാന്ത് ശ്രുതിഹാസൻ്റെ അടുത്ത് പറയൂല നീ എൻ്റെ മോളാണ്. അത് എന്തുകൊണ്ടാണ് പറയാത്തത് എന്നുള്ള ഒരു കാരണവുമില്ല. ഐ ഡോണ്ട് നോ. തോന്നിയില്ല, പറഞ്ഞില്ല, അത്രയാണ് രജനീകാന്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. പടം മൊത്തം 2 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട് കേട്ടോ. ഇതിലെ ഒരു അരമണിക്കൂറെങ്കിലും ആ ഫ്ലാഷ് ബാക്ക് എന്താണ്? ആ ഫ്ലാഷ് ബാക്കിൽ എന്താണ് എക്സാക്റ്റ് ആയിട്ട് നടന്നത്? രജനീകാന്തും സത്യരാജും തമ്മിലുള്ള നല്ല ഇത്രയും വലിയ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഉണ്ടായത്? രജനീകാന്തിന് സത്യരാജ് അങ്ങനെ എന്താണ് ചെയ്തത്? ഇതൊന്നുമില്ല സംഭവം. ചുമ്മാ ഈ ഫ്ലാഷ് ബാക്കിനെ കാണിക്കുന്നുണ്ട്, അപ്പോഴപ്പോഴാ മാസ് കയറ്റുന്നുണ്ട്, BGM കുത്തി നിറയ്ക്കുന്നുണ്ട്, അല്ലമ്മ ഹേയ് എന്നൊക്കെ പറഞ്ഞ് അനിരുദ്ധിന്റെ വക ഒരു തരം BGM ഒക്കെ ഉണ്ട്. സോ ഓവറാൾ ഒരു മിക്സ് ആൻഡ് അവിയൽ പരുവം. പിന്നെ ആ ഉപേന്ദ്ര അങ്ങേരെയൊക്കെ കൊണ്ടുവന്ന് രജനീകാന്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് പോലെ ആക്കി. അങ്ങേർക്കൊന്നും ഒരു റോളും ഇല്ല കേട്ടോ. ഒരു മാൻഷനിൽ ഒരു ഫൈറ്റ് ഉണ്ട്, ആ ഒരു ഫൈറ്റിൽ മാത്രമാണ് അങ്ങേര് വരുന്നത്. അതുവരെ അങ്ങേര് ഏതോ 133 റൂമിന്റെ അകത്ത് തപവും ജപവും ഒക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങേര് ആ റൂം ഇട്ട് പുറത്ത് വരില്ല, ആ റൂം ഫുൾ അടച്ചതിനിട്ടിരിക്കും. ആ മാൻഷനിൽ അങ്ങേർക്ക് വേണ്ടി ഒരു പ്രത്യേക ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ആ ഇതിൻ്റെ അകത്ത്. രജനീകാന്ത് എന്ന് പറഞ്ഞ് ഫിസിലടിക്കുമ്പോൾ മാത്രമേ അങ്ങേര് പെട്ടെന്ന് എണീറ്റ് വന്ന് വില്ലന്മാരെയൊക്കെ അടിച്ചിടും. അത് കൊമച്ച് വെച്ചിരിക്കുന്നു. അത് വേറെ കാര്യം. പിന്നെ നാഗാർജുനയുടെ കാര്യം, നാഗാർജുനയാണോ സൗബിനാണോ യഥാർത്ഥ വില്ലൻ എന്ന് പോലും ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. ആരാണ് യഥാർത്ഥ വില്ലൻ എന്ന്. പിന്നെ അവസാനം അമീർ ഖാൻ വരുമ്പോൾ ഒരു സംഭവമുണ്ട്. നാഗാർജുനയുടെ മോനെ സൗബിന് കൊല്ലും, സൗബിന്റെ ഭാര്യയെ നാഗാർജുന കൊല്ലും. അപ്പൊ ഇതിന്റെ ഇടയിൽ അമീർ ഖാനും സൗബിനും തമ്മിലുള്ള പ്രശ്നം എന്താണ്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഏറ്റവും അവസാനം ക്ലൈമാക്സിൽ അമീർ ഖാൻ വരുമ്പോൾ സൗബിനെയും കൂടെ കൊണ്ടുവരും. ഇത് എവിടെ നിന്നിട്ട് ഇവനായിട്ട് പിടിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സൗബിനും അമീർ ഖാനും തമ്മിലുള്ള പ്രശ്നം എന്താ അവിടെ? ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഒരു തരത്തിലും ലോജിക്കില്ല, ഒരു തരത്തിലും കഥയുമില്ല. എന്താണ് സംഭവം എന്ന് ആർക്കും അറിഞ്ഞൂടാ. രജനീകാന്ത്, രജനീസം, മാസ് ഇതിനു വേണ്ടി കാണാം, അത്രേ ഉള്ളൂ ഈ സിനിമ. ഇതൊക്കെയാണ് മൊത്തത്തിൽ കൂലി എന്ന് പറഞ്ഞ സിനിമ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ഒന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ. എന്നാലും ആ ദോശ കഴിക്കണതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ഈ ശ്രുതിഹാസൻ.